ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സിൻ്റെയും GKയുടെയും എല്ലാം ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ഒരു ക്ലാസ്സാണ്. മാത്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ലഘുഗണിതം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാനസിക ശേഷി പരിശോധന അല്ലെ, ആ ഭാഗത്ത് വരുന്ന ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷൻ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഗണിത ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ബോഡ്മാസ് റൂൾ ആണ്. എന്താണ് ബോഡ്മാസ് റൂൾ? എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ബോർഡ് മാസ്, ഓക്കെ, ബോർഡ് മാസ്. ഇതിലെ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ദെൻ ഡി എന്ന് പറയുന്നത് ഡിവിഷൻ അല്ലെ, ഹരിക്കലാണ്. ദെൻ എം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ, കൂട്ടുന്നത്. ദെൻ എസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ, കുറയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ ഗണിത ചിഹ്നം ഉപയോഗിച്ചിട്ട് ക്രിയകളുടെ എന്തെങ്കിലും തന്നാൽ ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഓർഡറിലല്ലാതെ വേറെ എങ്ങനെ ചെയ്താലും എന്ത് പറ്റിപ്പോവും? നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക, ബ്രാക്കറ്റിനുള്ളിൽ തന്നിട്ടുണ്ട് അല്ലേ, 5 × 5 ഹരിക്കണം. ദെൻ എഗെയിൻ എന്താണ്? ഒരു 5 × 5. നമുക്കറിയാം ബോഡ്മാസ് റൂൾ പ്രകാരം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു വെക്കണം. ഓക്കെ ആണല്ലോ, അതാണ് അതിൻ്റെ അർത്ഥം. ആദ്യം ബ്രാക്കറ്റ്, ദെൻ ഓഫ് ചെയ്യുക, ദെൻ ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ. ഈ ഓർഡറിൽ വേണം ചെയ്യാൻ. അതിൽ ഏതൊക്കെയാണ് നമുക്ക് ഉള്ളത് അതിൻ്റെ ഓർഡറിൽ ചെയ്തു വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം അല്ലേ. ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ 5 × 5 എത്രയാണ്? 25 ഉണ്ട്. ദെൻ ഇവിടെ എന്താണ്? 5 × 5 ഉണ്ട്. അപ്പോൾ ഇവിടെയും എന്താണ്? 25. ഇനി എന്ത് ചെയ്യുക? ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഹരിക്കൽ. ഓക്കെ ആണല്ലോ. ആദ്യം ബ്രാക്കറ്റ് ചെയ്തു, ദെൻ എന്താണ്? ഇനി ഹരിക്കുക. 25 ഹരിക്കണം 25 എത്രയാണ്? 1 അല്ലെ. ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 ആണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ബോഡ്മാസ് റൂൾ. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനാണ് ഈസി ആയിട്ടുള്ള ഒരെണ്ണം ചെയ്തത് ആദ്യം തന്നെ. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. സോ നമ്മൾ ബ്രാക്കറ്റിലുള്ളത് രണ്ടിടത്തും ചെയ്തു വെച്ചു. ദെൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത്? ബോഡ്മാസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കാം, 7 + 7 + 7 ഹരിക്കണം 7 ഡിവൈഡഡ് ബൈ 5 + 5 + 5 ഹരിക്കണം 5. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കാം, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ബി അല്ലേ, ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ എവിടെയാണ് ബ്രാക്കറ്റ് കിടക്കുന്നത്? ഇതാ അല്ലേ, ഇതാണ് ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സോൾവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എടുത്തെഴുതാം. 7 + 7 + 7 ഹരിക്കണം 7 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിലുള്ളത് ആദ്യം സോൾവ് ചെയ്യാം. 5 × 5 10, 10 × 5 എത്രയാണ്? 15. 15 ഹരിക്കണം 5 എന്നുള്ളത് എഴുതി വെച്ചു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കഴിഞ്ഞു. ദെൻ ഓഫ് ഒന്നുമില്ല. ദെൻ അടുത്തത് എന്താണ്? ഡിവിഷൻ അല്ലെ. ഡിവിഷൻ. ഇവിടെ എവിടെയൊക്കെയാണ് ഡിവിഷൻ വരുന്നത്? ഇവിടെയുണ്ട് ഒരു ഡിവിഷൻ, ദെൻ ഇവിടെയും ഉണ്ട് ഒരു ഡിവിഷൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്യുക. ഡിവിഷനൊക്കെ ആദ്യം ചെയ്ത് വെക്കുക. ഇവിടെ 7 + 7 അല്ലേ, 7 + 7 പ്ലസ് എന്താണ്? 7 ഹരിക്കണം 7 ആണ് അല്ലേ. 7 ഹരിക്കണം 7 എത്രയാണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ 7 + 7 പ്ലസ് ഇവിടെ ആദ്യം ഹരിക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ 7 ഹരിക്കണം 7 1. ദെൻ ഇവിടെ എന്തുണ്ട്? ഹരിക്കലുണ്ട് അല്ലേ. 15 ഹരിക്കണം 5. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 3 അല്ലേ. 3 5 ആണ് 15. അപ്പോൾ 15നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടും. അപ്പോൾ 7 + 7 + 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വന്നു. 7 7 14. 14 + 1 എത്രയാണ്? 15 അല്ലേ. 15/3. 15/3 എന്ന് പറയുന്നത് എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ഓർഡർ നോക്കിയിട്ട് വേണം ചെയ്യാം. ആദ്യം ബ്രാക്കറ്റ് ചെയ്തു. അപ്പോൾ ബ്രാക്കറ്റ് മാത്രം ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് എടുത്തെഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഡിവിഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു. ഓക്കെ, ചിഹ്നം നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ബി ആദ്യം ചെയ്തു, ദെൻ ഡി ചെയ്തു. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം ചെയ്യണം, ദെൻ അഡിഷൻ ചെയ്യണം, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഡിവിഷൻ കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ്? സോൾവ് ചെയ്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 20 × 30 ഹരിക്കണം 7 - 2
പ്ലസ് 60 അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് അല്ലേ, ഇവിടെ നോക്കാം, ബോഡ്മാസ് എന്ന് എഴുതി വെച്ച് നോക്കാം, ബി അല്ലേ, ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഇവിടെ എന്താണ്? 7 - 2 എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇതല്ലാണ്ട് ഇത്രയും കൂടെ സ്പീഡിലൊക്കെ ആയിട്ട് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. 20 × 30 അതുപോലെ തന്നെ എഴുതി ഹരിക്കണം, ബ്രാക്കറ്റ് ആദ്യം ക്ലിയർ ചെയ്യണം അല്ലേ. അപ്പോൾ 7 - 2 എത്രയാണ്? 5 പ്ലസ് 60 എന്നുള്ളത് ആക്കി. ഓക്കെ, നമ്മൾ ബ്രാക്കറ്റ് ആദ്യം ക്ലിയർ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് ഓഫാണ്, ഓഫില്ല. ദെൻ അടുത്തത് എന്താണ്? ഡിവിഷൻ ആണ് അല്ലേ. ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹരിക്കലാണ്. അപ്പം ഹരിക്കുന്ന ചിഹ്നം എവിടെയാണ് വരുന്നത്? ഇവിടെ അല്ലേ. അപ്പം ഈ ഹരിക്കുന്നതാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 20 അങ്ങനെ തന്നെ എടുത്തെഴുതി. 20 × 30 ഹരിക്കണം 5 അല്ലേ, ഹരണമാണ് ചെയ്യേണ്ടത്, ഡിവിഷനാണ്. അപ്പോൾ 30 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 6 അല്ലേ. 30 5 കൊണ്ട് ഹരിച്ചാൽ 6 × 5 = 30. അപ്പോൾ 6 പ്ലസ് 60 എന്ന് എഴുതി. ഇനി നമ്മൾ ഹരിക്കൽ കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ആദ്യം ബ്രാക്കറ്റ് ചെയ്തു, ദെൻ ഡിവിഷൻ ചെയ്തു. ഇനി അടുത്തത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഗുണിക്കലാണ്. ഗുണിക്കൽ എവിടെയാണ്? ഇവിടെയാണ് വരുന്നത് അല്ലേ, ഇവിടെയാണ് ഗുണിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യുക. 2 × 6 12. അപ്പോൾ 20 × 6 എത്രയാണ്? 120 പ്ലസ് 60. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു. ഇനി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഇനി അഡീഷൻ ആണ്. നമുക്ക് ഉള്ളതും ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? അഡീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടുക. 120 60 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. നമുക്ക് എത്ര ലെങ്തി ആയിട്ട് ഇങ്ങനെ തന്നാലും നമ്മൾ ഈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. എന്താണ്? ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക, ദെൻ ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, ദെൻ ഡിവിഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ദെൻ അഡീഷൻ ചെയ്യുക, ദെൻ സബ്ട്രാക്ഷൻ ചെയ്യുക. ഓക്കെ, ബോഡ്മാസ് എന്ന് പഠിച്ചു വെക്കുക. ആ ഓർഡറിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്തു, ദെൻ ഹരിച്ചു, ദെൻ ഗുണിച്ചു, ദെൻ ലാസ്റ്റ് കൂട്ടൽ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 180 എന്ന ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 7 × 3 മൈനസ് ഹോൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് 7 + 2 × 3 ഡിവൈഡഡ് ബൈ 3. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ചെയ്യണം അല്ലേ. ബ്രാക്കറ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ബി ആണ്, ബ്രാക്കറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ 7 × 3 അതുപോലെ തന്നെ എഴുതി, മൈനസ് ഇവിടെ 7 + 2 എത്രയാണ്? 9 ആണ്. 9 × 3 എത്രയാണ്? 27 അല്ലേ. അപ്പോൾ 9 × 3 27. ദെൻ ഹരിക്കണം, ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. നമ്മൾ അത് അതുപോലെ തന്നെ എഴുതി ബ്രാക്കറ്റ് ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓഫില്ല, ഡി ആണ് അല്ലേ, ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഹരിക്കലാണ്. ഹരിക്കണത് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ഹരിക്കുന്നത് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 7 × 3 അതുപോലെ തന്നെ എഴുതി, മൈനസ് 27 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 27 3 കൊണ്ട് ഹരിച്ചാൽ 3 9 27 ആണ് അല്ലേ. അപ്പോൾ 9 ആണ് വരിക. അപ്പോൾ 27 3 കൊണ്ട് ഹരിച്ചപ്പോൾ 9 എന്ന് കിട്ടി. ദെൻ നമ്മൾ ഹരിക്കൽ ചെയ്തു, ഡിവിഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഡിവിഷൻ കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എവിടെ? ഇതാ ഇവിടെ കിടക്കുന്നു. അപ്പോൾ 7 × 3 21. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. 21 മൈനസ് 9 ആണ് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അഡീഷൻ ആണ്. അഡീഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞാലുള്ള എന്താണ്? സബ്ട്രാക്ഷൻ, അതായത് കുറയ്ക്കൽ അല്ലേ. ഇവിടെ നമുക്ക് എന്താണ്? കുറയ്ക്കുന്നതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 21 മൈനസ് 9. 21 നിന്നും 9 പോയാൽ എത്രയാണ്? 12 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 9 ഹോൾ ബ്രാക്കറ്റിനുള്ളിൽ 6 മൈനസ് ദെൻ ഒരു ബ്രാക്കറ്റിനുള്ളിൽ 4 മൈനസ് 8 മൈനസ് 3 പ്ലസ് 2 മൈനസ് 5 അല്ലേ. ഇങ്ങനെ ഇത്രയും ലെങ്തി ആയിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇതേ ഓർഡറിൽ തന്നെ ചെയ്തു പോകാം. ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം അല്ലേ. ആദ്യത്തെ ഈ ബ്രാക്കറ്റ് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ 9 ദെൻ 6 മൈനസ് 4 മൈനസ് 8 ന്ന് 3 പോയി എത്രയാണ്? 5. ഓക്കെ, പ്ലസ് 2 ദെൻ മൈനസ് 5 ഉണ്ട്. നമ്മൾ അത് അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ അതുപോലെ ചെയ്തു. 8 മൈനസ് 3 മാത്രമാണ് നമ്മളിവിടെ സോൾവ് ചെയ്തത്. ബ്രാക്കറ്റ് സോൾവ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അടുത്തത് 9. ഇവിടെ എത്രയുണ്ട്? 6 മൈനസ് ഇവിടെ നോക്കുക 4 മൈനസ് ഇവിടെയും ബ്രാക്കറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. 4 മൈനസ് 5. 4 മൈനസ് 5 എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 1 ആണ്. മൈനസ് 1 ഇവിടെ പ്ലസ് 2 ഉണ്ട്. മൈനസ് 1 പ്ലസ് 2 രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. നമ്മൾ മാത്സ് ഒട്ടും അറിയാത്തവർക്ക് അടക്കം പഠിച്ചു തുടങ്ങാം എന്നുള്ളത് മാത്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ.
അല്ലേ? അപ്പോൾ വലിയ വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ ഇവിടെ -1 + 2 എന്ന് പറയുമ്പോൾ 2ൽ നിന്നും 1 കുറച്ച് 2ൻ്റെ ചിഹ്നം ഇടണം എന്നാണ്. അപ്പോൾ 2ൽ നിന്നും 1 പോകുമ്പോൾ 1, അപ്പോൾ പ്ലസ് ആണ് അല്ലെ ചിഹ്നം, വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ +2 ആണ് വരിക. ഇനി ഇവിടെ മൈനസ് ആയതുകൊണ്ട് എന്താണ്, പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ മൈനസ് തന്നെ വരും. അപ്പോൾ -1, ഇവിടെ ബാക്കി എന്തുണ്ട്, -5 ഉണ്ട് അല്ലേ? ഒന്നുകൂടെ പറയാം, 6 ഇവിടെ എന്താണ്, ഈ ഭാഗമാണ് നമ്മൾ സോൾവ് ചെയ്തത്. 4ൽ നിന്ന് 5 പോയാൽ എത്രയാണ്, -1 ആണ് അല്ലേ? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ മൈനസ് സൈൻ വരും. അപ്പോൾ -1, ഇവിടെ ബാക്കി എന്തുണ്ട്, ഒരു +2 ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്യണം, വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. അതായത് 2ൽ നിന്നും 1 പോകുമ്പോൾ 1, വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. പക്ഷെ ഇവിടെ പ്ലസ് സൈൻ എന്തുകൊണ്ടാണ് വരാതിരുന്നത്, ഇവിടെ ഒരു 6 ഉണ്ട് അല്ലേ? അപ്പോൾ മൈനസും പ്ലസും കൂടെ ചേർന്നപ്പോൾ അത് മൈനസ് ആയി. ഓക്കെ ആണല്ലോ? അപ്പോൾ 6 - 1 -5 ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ -5നെ നമ്മൾ എടുത്തെഴുതി. ഓക്കെ ആണല്ലോ? ഇനി 9 ഇങ്ങനെ ഇട്ടാൽ എന്താണ് അർത്ഥം, ഇൻറ്റു എന്നാണ് അർത്ഥം. ഓക്കെ, 9 കഴിഞ്ഞിട്ട് ഇവിടെ വെറും ബ്രാക്കറ്റ് ആണ്, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അതിനർത്ഥം എന്താണ്, ഇൻറ്റു ഗുണിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ 9 ഇൻറ്റു 6ൽ നിന്ന് 1 പോയാൽ എത്രയാണ്, 5 ആണ് അല്ലേ? 6ൽ നിന്നും 1 പോയാൽ 5 ആണ്. 5ൽ നിന്നും വീണ്ടും -5 അല്ലേ? 5ൽ നിന്ന് 5 പോയാൽ എത്രയാണ്, 0 അല്ലേ? അപ്പോൾ 9 × 0 എത്രയാണ്, 0. അപ്പോൾ 0 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഇങ്ങനെ ഇത്രയും ലെങ്തി ആയിട്ട് എഴുതിയത് കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണ്, ഈ രീതിയിൽ ഇതിൻ്റെ ഓർഡറിൽ തന്നെ ചെയ്തു വന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പറ്റും. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ, 0 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കാം, പ്ലസ് സൈൻ എന്ന് പറയുന്നത് ഇൻറ്റു ആക്കുക, മൈനസ് എന്ന് പറയുന്നത് ഹരിക്കൽ, ഇൻറ്റു എന്ന് പറയുന്നത് മൈനസ്, ഹരിക്കുന്നത് എന്ന് പറയുന്നത് പ്ലസ്. ഇങ്ങനെ ആക്കി മാറ്റിയാൽ ഇതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് തന്നിട്ടുള്ള ചിഹ്നങ്ങളെയൊക്കെ എന്താണ്, ഇവിടെ മുകളിൽ തന്നിരിക്കുന്ന ചിഹ്നങ്ങളായിട്ട് റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇതിനെ എന്താണ്, ഇവിടെ തന്നിരിക്കുന്ന എന്താണ് ചിഹ്നങ്ങളാക്കിയിട്ട് മാറ്റണം. ഓക്കെ ആണല്ലോ? അപ്പോൾ 9 പ്ലസ് ആണല്ലേ, ഇവിടുത്തെ പ്ലസ് എത്രയാണ്, ഇവിടെ പ്ലസ് എന്ന് പറയുന്നതിനെ ഗുണിക്കുക എന്നാണ് ആക്കേണ്ടത്. അപ്പോൾ 9 × 8 ആയി. ഇവിടെ ഹരിക്കണം 8 ആണ്. ഹരിക്കണം എന്നുള്ളതിന് എന്താക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഹരിക്കണം എന്നുള്ളത് പ്ലസ് ആക്കണം. അപ്പോൾ +8, ദെൻ ഇവിടെ -4 ആണ്. -4 എന്ന് പറയുന്നത് ഇവിടെ മൈനസിനെ ഹരിക്കണം എന്നാണ് ആക്കേണ്ടത്. അപ്പോൾ -4നെ ഹരിക്കണം 4, ഇവിടെ ഇൻറ്റു 9 ആണ്. ഇൻറ്റു എന്ന് പറയുന്നതിനെ എന്താക്കണം, മൈനസ് ആക്കണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു എന്നുള്ളതിനെ നമുക്ക് മൈനസ് ആക്കണം. -9 എന്ന് എഴുതിയാൽ നമുക്ക് എന്താണ്, നമ്മൾ അതിനെയൊക്കെ മാറ്റി എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ പോലെ ചെയ്യാം. സാധാരണ പോലെ ചെയ്യുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ തന്നെ എന്താണ് വരുന്നത്, ഡിവിഷൻ ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഡിവിഷൻ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ 9 × 8 പ്ലസ് 8നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ്, 2 -9 അതുപോലെ തന്നെ എഴുതി. ദെൻ ഡിവിഷൻ കഴിഞ്ഞാൽ അടുത്ത എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ. എവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, ഇവിടെ അല്ലേ? ഇവിടെയാണ് ഗുണിക്കൽ. 9 × 8 72 + 2 -9. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത എന്താണ്, അഡിഷൻ ആണ്. അഡിഷൻ എവിടെയാണ്, ഇവിടെ അല്ലേ? അപ്പോൾ 72 2 എത്രയാണ്, 74 -9. 74 -9 എന്ന് പറയുന്നത് എത്രയാണ്, 74ൽ നിന്നും 9 പോയാൽ എത്രയാണ്, 65 അല്ലേ? 65 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? വളരെ എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ചിഹ്നങ്ങളെയൊക്കെ മാറ്റിയിട്ട് തന്നിരിക്കുന്ന ചിഹ്നങ്ങളാക്കി എഴുതുക. ഓക്കെ ആണല്ലോ? അതിനുശേഷം നമ്മൾ സാധാരണ രീതിയിൽ സോൾവ് ചെയ്യുക. ആദ്യം ബ്രാക്കറ്റ്, ദെൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓർഡറിൽ ചെയ്തു വന്നപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 65 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ എന്ന് പറയുന്നത്, ബോഡ്മാസ് റൂളിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ചെയ്ത എല്ലാ പ്രോബ്ലംസും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണോ, എല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ബോഡ്മാസ് എന്ന് പറയുന്നത് പഠിച്ചു വെച്ചാൽ മതി. ആ ഓർഡറിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.